ഒരു മഷ്റൂം കട്ലറ്റിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. പുറമേ മൊരിഞ്ഞ് ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ലറ്റാണ്. മഷ്റൂം കൊണ്ടുള്ള 3-4 റെസിപ്പീസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് തയ്യാറാക്കാൻ എന്തൊക്കെ ആവശ്യമായി വേണ്ടതെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ബോയിൽ ചെയ്ത പൊട്ടറ്റോ, മല്ലിയില, ഇതൊക്കെയാണ്. ഇനി 150 ഗ്രാം അളവിലാണ് മഷ്റൂം എടുത്തിരിക്കുന്നത്. ഇത് ചൂടുവെള്ളം കൊണ്ടൊന്ന് നല്ല വാഷ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അല്പം ഉപ്പ് കൂടെ ചേർത്ത് 5-6 മിനിറ്റ് അങ്ങനെ വച്ചിരിക്കണം. അത് കഴിഞ്ഞ് വെള്ളം നല്ല തോർന്നു പോയതിന് ശേഷം ഇത് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഒരു സോസ് പാൻ വെച്ചതിന് ശേഷം നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് കറിവേപ്പില, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇടുന്നതാണ് നല്ലത്. എന്നിട്ട് ആ ചോപ്പ് ചെയ്ത സവാളയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കണം. ഇതേപോലെ അത് കഴിഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ശേഷം പച്ചമുളകും ചേർക്കണം. ഇത് 3 പച്ചമുളക് കട്ട് ചെയ്തതാണ്. ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഓരോ ടേബിൾ സ്പൂൺ വീതം. അതിൻ്റെ റാ ഫ്ലേവർ മാറുന്നത് വരെ ഇങ്ങനെ നല്ല വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് അതിന്. ഈ സമയം അരിഞ്ഞു വെച്ച മഷ്റൂം ചേർക്കണം. എന്നിട്ട് അത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ അത് നല്ല എല്ലാം ഒന്നുകൂടെ സോഫ്റ്റ് ആവും. ഈ സമയം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കണം. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് ചേർക്കേണ്ടത്. എന്നിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതേപോലെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉള്ളതാണ് നല്ല. അപ്പോൾ മസാലയൊക്കെ അതിൽ നല്ല പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ ബോയിൽ ചെയ്ത പൊട്ടറ്റോ അതിലോട്ട് ചേർക്കണം. എന്നിട്ട് അതൊന്ന് നല്ല ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ അതെല്ലാം നല്ല മിക്സാക്കി എടുത്തു. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ലാസ്റ്റിലാണ് ഉപ്പ് ചേർക്കേണ്ടത്. നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്താൽ നമുക്കത് കറക്റ്റ് ഉപ്പിൻ്റെ അളവ് അറിയാൻ പറ്റില്ല. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർക്കണം. എന്നിട്ട് അത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കണം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല ഒന്ന് അത് മിക്സാക്കി എടുക്കണം. ഈ ബാറ്റർ വന്നിട്ട് കൂടുതൽ ലൂസാവാൻ പാടില്ല. ചെറിയൊരു തിക്കായി തന്നെ ഇരിക്കണം. എന്നിട്ട് സ്പൂൺ വെച്ച് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ അത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇനി നമുക്കത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് അത് കയ്യിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ബാറ്ററിലോട്ട് ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് നല്ല കോട്ട് ചെയ്തെടുക്കണം. ഇത് പല പല ഷേപ്പിൽ തയ്യാറാക്കാവുന്നതാണ്. ഇനി അതുപോലെ രണ്ടാമത്തതും ഇതേ രീതിയിൽ കോട്ട് ചെയ്ത് എടുക്കണം. ഇപ്പോൾ എല്ലാം അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. അതൊന്ന് സെറ്റാകാൻ വേണ്ടിയാണ്. എന്നിട്ട് ക്ലിംഗ് ഫിലിം കൊണ്ട് നല്ല കവർ ചെയ്തതിന് ശേഷം ഇപ്പോൾ അത് അരമണിക്കൂറായി. പൊടിയാതെ ഇരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കത് ചൂടായ എണ്ണയിലോട്ട് ഓരോന്നോരോന്നായി ഇടാം. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കണം. എന്നിട്ടത് തിരിച്ചും മറിച്ചിട്ടൊരു 4-5 മിനിറ്റ് സമയമെടുത്താണ് ഇത്
കുക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലാക്കി ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറമേ റെഡിഷ് കളറാകുകയും ഉൾവശം നല്ലവണ്ണം വേകില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ കോഫി ഹൗസ് കട്ട്ലറ്റിൻ്റെ വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ല എങ്കിലൊന്ന് കണ്ടു നോക്കണേ. പിന്നെ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ അരമണിക്കൂർ വയ്ക്കുന്നത് കൊണ്ട് നമ്മൾ ചൂടായ എണ്ണയിലോട്ട് അത് ഇടുമ്പോൾ ഒരിക്കലും അത് ഇങ്ങനെ പൊട്ടിപ്പോകില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് മീഡിയം ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്. ഇതിൽ എണ്ണ അധികം വലിച്ചെടുക്കാറില്ല. ഇങ്ങനെ പൊടി പൊടിയായിട്ട് അതിൽ കിടക്കുമ്പോഴാണ് അതിൽ കൂടുതൽ എണ്ണ ഉണ്ടാകുന്നത്. ഇപ്പോൾ അത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. മൈദ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും റിപ്ലൈ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത സ്റ്റെപ്പ് നമുക്കിടാം. ഓരോന്നോരോന്നായിട്ട്. ഇത് ഈവനിങ് സ്നാക്സിനൊപ്പം ടൊമാറ്റോ സോസൊക്കെ വെച്ച് കഴിക്കാൻ വളരെ രുചികരമാണ്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പുറമേ നല്ല മൊരിഞ്ഞതും ഉൾഭാഗം നല്ല സ്മൂത്തുമാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവർ